അത് അവരുടെ തൊഴിലാണ്. ബോംബ് ഉണ്ടാക്കുക, പൊട്ടിക്കുക. സ്ഥിരം പരിപാടി. എത്ര കാലമായി തുടങ്ങിയിട്ട് അറിയും. എൻ്റെ പഴയ ഞാനിപ്പോൾ പ്രധാനം ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ MP ആണല്ലോ അവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. അതിനിടയ്ക്ക് ബോംബ് പൊട്ടും, ചിലർ മരണപ്പെടും, ചിലരുടെ കയ്യോ കാലോ പോകും. ഇവിടെ ഉണ്ടായിട്ടുള്ള മരണമുണ്ടായി. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ രാജ്യം തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോഴും അവരുടെ ലക്ഷ്യം എന്താ? ബോംബുണ്ടാക്കുക, പൊട്ടിക്കുക. അപ്പോൾ ഇത് ആർക്കെതിരായിട്ട് പൊട്ടിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നോക്കേണ്ടത്. ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എറിയാൻ വേണ്ടി വെച്ച ബോംബായി. കഴിഞ്ഞ തവണ പാനൂരിലെ ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെ കൊന്നു. ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി. ഇത് ആരെ എറിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അത് കുറേ കൂടെ ചോദ്യം ചെയ്താലേ സത്യം പുറത്തു വരും. ഒരു പുരുഷായുസ് മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് പാർട്ടിയുടെ നയങ്ങളോട് വിയോജിപ്പ് വന്നു. കാരണം അദ്ദേഹമൊക്കെ വിഭാവന ചെയ്ത കമ്മ്യൂണിസ്റ്റ് അല്ല പിന്നെ കണ്ടത്. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പുറത്തു പോയത്. ആ പുറത്തുപോയ അദ്ദേഹത്തിനെ അർദ്ധരാത്രി 51 വെട്ടി കൊല്ലുക എന്ന് പറയുമ്പോൾ ആ പൈശാചിക സംഭവം എന്നും ചരിത്രത്തിലുണ്ടാകും. ഒരിക്കലും ആ പാവക്കറ CPMൻ്റെ കയ്യിൽ നിന്ന് പോവില്ല. അത് CPMനെയും കൊണ്ടേ പോകും, ഒരു സംശയമില്ല. എതിർ സ്ഥാനാർത്ഥികളെ പോലും തടഞ്ഞു വയ്ക്കുക, ബോംബെറിയുക, ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. എനിക്കറിയാലോ, കഴിഞ്ഞ ഇലക്ഷനിൽ എന്നെ തടഞ്ഞല്ലോ. ഒരു പോളിംഗ് ബൂത്തിൽ ചെന്ന സ്ഥാനാർത്ഥിയെ തടഞ്ഞു വന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം സ്ഥാനാർത്ഥിനെ തടഞ്ഞൊരു അനുഭവം. മറ്റേ എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി ചേരുമ്പോൾ തടയാന്ന് പറഞ്ഞാൽ. വടകരയിൽ 101% ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കും, ഷാഫി ഡൽഹിക്ക് ടിക്കറ്റ് എടുക്കും.